മിഷൻ മന്ത്രിയുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് മിഷൻ 150. നമ്മൾ വണ്ടി ഓപ്പോസിറ്റ് സൈഡ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ വണ്ടി വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അവിടുന്ന് ഇനി എടുക്കാന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ഉള്ള ഒരു ഏരിയയാണ്. ഞങ്ങൾ രാത്രിയാണ് വണ്ടി അവിടെ കയറ്റി വെച്ചത്. പക്ഷേ ഇതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ തന്തയാണ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ നോക്കിയോ എന്നുവെച്ചാൽ അവിടെ കാണുന്നില്ല റോഡിൻ്റെ ആ ഡിപ്പ് കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ തന്ത ഒറ്റയ്ക്ക് ആ സൈഡിൽ കൂടെ ആ പോസ്റ്റൊക്കെ ഉണ്ട്, പോസ്റ്റിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ജസ്റ്റ് താഴെ പോയില്ല എന്ന് പറഞ്ഞ പോലെയാണ് വണ്ടി കൊണ്ടുവന്നത്. നോക്കിയോ, അതാ ഫോട്ടോ വന്ന. പക്ഷെ നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ആർക്ക് വേണമെങ്കിലും, ആർക്കെന്നല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് എക്സ്പേർട്ടായിട്ടുണ്ട്. രണ്ടുപേരില്ല, ഞാൻ അത്ര എക്സ്പേർട്ടല്ല, പക്ഷേ തന്ത നല്ല എക്സ്പേർട്ടാണ്. ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കോളും. എന്താ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഞങ്ങൾ ഈ വേങ്ങര എത്താറായപ്പോൾ ഞങ്ങളൊരു സർവീസ് സെൻ്ററിൽ കയറിയിട്ടാവും. ഒരു സർവീസ് സെൻ്ററിൽ കയറി വെച്ചാൽ നമ്മളെന്താണ് സർവീസ് സെൻ്റർ, സൈക്കിളിൻ്റെ സർവീസ് സെൻ്ററാണ് ഇത്. മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സൈക്കിൾ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വെറുതെ ഒന്ന് അവർ വന്ന് നോക്കി, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ അവർ കണ്ടത് അവരുടെ കമ്പനീൻ്റെ, അതായത് വെക്ടർ എന്ന് പറഞ്ഞ 91 എന്ന് പറഞ്ഞ കമ്പനീൻ്റെ സൈക്കിളാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടത്. നമ്മളെ ക്യാരവൻ്റെ ഉള്ളിൽ കണ്ടത് അവരുടെ സൈക്കിളായിരുന്നു. അപ്പോൾ അതിന് വെച്ചാൽ എൻ്റെ കമ്പനീൻ്റെ മെയിൻ ആൾക്കാർ, അതായത് MD അടക്കം അതിൻ്റെ ഓണർമാരടക്കം മെയിൻ ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ സൈക്കിളിൻ്റെ മുകളിൽ, അതായത് വെക്ടറിൻ്റെ മുകളിൽ നമ്മുടെ ഇത്രയും മനോഹരമായിട്ടൊരു ക്യാരവനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു അതെ കമ്പനീൻ്റെ ഇവരെല്ലാം അതെ കേട്ടോ കമ്പനീൻ്റെ ആൾക്കാരാണ്. വെക്ടർ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഇത് കമ്പനീൻ്റെ CEO ആണ്. അപ്പോൾ മലയാളി അല്ലല്ലോ, ഗുജറാത്താണ്. ഇവരൊക്കെ നമ്മളെ മലയാളത്തിൽ തന്നെയാണ് കേട്ടോ, ഇവിടെ തന്നെയാണ്. എന്തായാലും ഇവർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളെ. But this is for a very good cause. I was really delighted to see this kind of vehicle, and then I was curious, what is the purpose of this? The moment I started interacting with them, I could really understand that this was for a very, very noble kind of a cause,
and we are indeed delighted to see such gesture from a NGO like this. So in future also, if we can contribute anywhere, anything, we would be happy to do that. Thank you. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവരുടെ ഭയങ്കര നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ഈ സാറ് നമ്മുടെ കമ്മീഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സംഭാവന, ഒരു 500 രൂപ എടുത്ത് അപ്പം തന്നെ ഒന്നും നോക്കിയില്ല തന്നു. ഇവരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ല സൂപ്പറായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം അവരുടെ കമ്പനീൻ്റെ ഒരു സാധനമാണ് നമ്മുടെ ഈ പിന്നെ നമ്മുടെ ക്യാരവൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മിറാക്കിൾ എന്ന് പറഞ്ഞ സൈക്കിൾ ഷോപ്പിൻ്റെ കേട്ടോ. അതായത് മിറാക്കിൾ എന്ന് പറഞ്ഞ സൈക്കിൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിനാണല്ലോ. ഇവിടെ നമ്മൾ സർവീസിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയായി. വണ്ടി സർവീസിന് കയറ്റിയിരിക്കുകയാണ്. 3 വീല് ബെൻഡായിരുന്നു. അപ്പോൾ അത് ബെൻഡ് ചെയ്തുകൊണ്ട് എന്താ ടയറൊക്കെ മാറ്റി നമ്മളെ ബായ് എന്താ വണ്ടിയുടെ അകത്ത് നല്ല സുന്ദരമായിട്ടിരിക്കുകയാണ്. भाई आपका नाम क्या है भाई? मेरा नाम गुड्डू गुड्डू. गुड्डू गुड्डू. आपका ब्रदर नेम? ब्रदर नसरुद्दीन मियाँ. हाँ. मेरा भाई का नेम सईद. सईद. मिराकी साइकिल. मिराकिल. मिराकी ले. मैं मिराकिल मार्केट. ഓക്കെ. അപ്പോൾ ബായ് നല്ല സുന്ദരമായിട്ട് നമ്മുടെ കാരവൻ്റെ അടിയിലിരുന്ന് നല്ല സുന്ദരമായിട്ട് സർവീസ് ചെയ്യുന്നുണ്ടോ. അതാണ് നമ്മുടെ വണ്ടീൻ്റെ ഗുണമാണ്. എങ്ങനെ വേണമെങ്കിലും വണ്ടിക്ക് എന്ത് പണിയുടെ സുഖമായിട്ട് ചെയ്യാം. मामा मामा ഏയ് മാമാ. मामा മാമനെ വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ വണ്ടീനെ 4 വീലങ്ങ് കെട്ടി പക്ഷേ കിട്ടിയിട്ടില്ല. 4 ജാക്കിലും കിട്ടിയില്ല. 4 ജാക്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കി. അപ്പോൾ ഇങ്ങനെയാണ് പ്രോജക്റ്റ് 5 വീലും കാര്യങ്ങളൊക്കെ നമ്മുടെ റൈലിക്കാരോടുണ്ട്. ഇങ്ങനെയാണ് 4 ജാക്കിൽ നിൽക്കുന്നുണ്ടായി. വണ്ടി എയറിലേക്ക് കിടക്കുന്നല്ലേ. പിന്നെ ഇവിടെ എല്ലാവരും പുള്ളീനെ മാമ എന്നാണ് വിളിക്കുന്നത്. മാമൻ്റെ പേര് വയ്ക്കാം. മാമൻ്റെ പേര് अजय अजय അജയ്. अजय എല്ലാവരും മാമ എന്ന് വിളിക്കും അല്ലേ. അത് എൻ്റെ മരുവാനാണത്. അതെ. മാമാന്ന് വിളിക്കുമ്പോൾ എല്ലാവരും കൂടി മരുവാൻ മാമ ഓക്കെ 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 വിളിക്കാൻ. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. എൻ്റെ മരുവാനാണത്. മറ്റേ പെങ്ങളാണ്. പെങ്ങളാണല്ലേ. എൻ്റെ മാമ നോമ്പ് വിളിക്കുന്നതായിട്ട് പഠിച്ചിട്ട് ഇവരെല്ലാവരും മാമ. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും എല്ലാവരും ഹിന്ദിക്കാരൻ വരെ വിളിക്കുന്ന മാമാന്നാണ്. ഓക്കെ. വേങ്ങേരിയുള്ള കേട്ടോ. വേങ്ങേരി വർക്ക് ചെയ്ത് ഇങ്ങനെ വേങ്ങേരി വന്നപ്പോൾ നമ്മുടെ സൈക്കിൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ, അതായത് റിമ്മിനും കാര്യങ്ങളൊക്കെ കുറച്ച് ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നിവർത്താണ്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വേങ്ങേരി എത്തിയപ്പോൾ ഇവിടെ സൈക്കിളിൻ്റെ ഒരു സർവീസ് സെൻറ്ററും സൈക്കിൾ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ കയറി വന്ന് നോക്കുമ്പോൾ പിന്നെ സൈക്കിളിൻ്റെ ഷോപ്പിൻ്റെ പേര് മിറാക്കിൾ എന്നാണ് കേട്ടോ. മിറാക്കിൾ എന്നാണ്. അപ്പോൾ ഇത് വേങ്ങേരി തന്നെയാണ് നമ്മുടെ ഇവിടേക്ക് പോകുന്ന റൂട്ടിൽ, അതായത് കോഴിക്കോട് റൂട്ടിൽ തന്നെ ഹൈവേയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ സർവീസും കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു തന്നു. അത് പോരായിട്ട് ഒരു ടയർ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ആ ടയറും കാര്യങ്ങളൊക്കെ മാറ്റി തന്നു. പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ ഞങ്ങൾ എത്രയായി ചോദിച്ചപ്പോൾ ഒരു പൈസയും കാര്യങ്ങളൊന്നും വേണ്ട പറഞ്ഞു. കാരണം വെച്ചാൽ നമ്മൾ ആ മിഷനോടൊന്നും ഭയങ്കര സപ്പോർട്ടായിരുന്നു അവർ. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ കുറ്റ്യാടിയിൽ നിന്ന് കണ്ട അവിടെ പിന്നെ മിറാക്കി സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സർവീസറിൻ്റെ ഏട്ടനാണ് ഇവിടെ നല്ല സർവീസിൻ്റെ ആളുണ്ടായിരുന്നു. 2 പേരുണ്ട് സർവീസിന്. അപ്പോൾ അവർ നല്ല രീതിയിൽ സർവീസും കാര്യങ്ങളൊക്കെ തന്നു. നമ്മളോട് ഭയങ്കര സപ്പോർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷവും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയവരും പരിചയപ്പെടാൻ പറ്റിയവരും. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. നമുക്ക് നമ്മുടെ ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ ഇവിടേക്ക് എൻ്റർ ചെയ്ത് വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇവരടക്കം കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് ഞങ്ങൾ ഡോറ് തുറന്നപ്പോഴാണ് ഇവർക്ക് സംഗതി മനസ്സിലായത് നമ്മുടെ സൈക്കിളാണെന്ന്. അങ്ങനെ സൈക്കിളിൻ്റെ പേര് നോക്കുമ്പോൾ വെക്ടർ 91 എന്ന് പറഞ്ഞ മോഡലായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മുറ്റത്തുണ്ടായിരുന്ന കുറേ പേര് സൈക്കിളിൻ്റെ, അതായത് ആ കമ്പനിയുടെ വെക്ടർ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ മെയിൻ ആൾക്കാരാണ്. CM അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നത്. അവർ MD ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിസിറ്റിന് വേണ്ടി വന്നായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വർഷത്തിലേക്ക് 1-2 പ്രാവശ്യം അങ്ങനെ വരും. അപ്പോൾ ആ സമയത്ത് വന്ന പാട് ഇതാണ് കണ്ടത്. അവരുടെ കമ്പനീൻ്റെ വണ്ടിയാണ്. അവരുടെ കമ്പനീൻ്റെ വണ്ടിയിലാണ് നമ്മൾ ഈ ക്യാരവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി അവർക്ക് കേട്ടോ. അപ്പോൾ അവർ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുക, ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവുകയൊക്കെ ചെയ്തേ. അതിനുശേഷമാണ് നമ്മൾ ഇവരോട് നമ്മുടെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ തുടർന്ന് ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. കാരണം വെച്ചാൽ ഏകദേശം 1000 രൂപേൻ്റെ അല്ലേ, ഒരു കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1000 രൂപേൻ്റെ ആ ലെവലിൽ തന്നെ വരും. അപ്പോൾ അതൊക്കെ നമ്മുടെ എന്താ പറയുക, ഈ ഒരു മിഷന് വേണ്ടി ഇവർ സംഭാവന നൽകിയിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ മിഷന് വേണ്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളോടും നിങ്ങളോടൊക്കെ എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് ഒന്ന് കേൾക്കാമല്ലോ. എന്തായാലും
നിതീഷ് എന്നാണ് പേര്. അതെ. ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഇവർ രണ്ടുപേരും കുറേ ടൈം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളത് നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, പക്ഷേ സൂക്ഷിച്ചു പോകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ ക്ഷമയോടെ മെല്ലെ പോയാൽ മതി. പിന്നെ എല്ലാ സ്ഥലത്തും ഇതേപോലെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവട്ടെ ശരിക്കും വിചാരിക്കുന്നു. എല്ലായിടത്തും ഉണ്ടാവും, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. പ്രതീക്ഷിച്ചില്ല, പക്ഷേ അല്ലേ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഇതുപോലെ ആൾക്കാരുണ്ടാവും. ആരെങ്കിലും ഞങ്ങള് ഈ റൂം ബെൻഡായപ്പോൾ 2 റൂം ഉണ്ടായിരുന്നു. ആ 2 റൂം ഊരിയിട്ട് സർവീസ് ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് വന്നത്. അപ്പോഴാണ് നിതീഷ് ഭായി ശ്രദ്ധിച്ചത് സൈക്കിളിൻ്റെ ഒരു ടയർ വ്യത്യാസം, അതായത് സൈസിൽ തന്നെ നല്ല വ്യത്യാസം കണ്ടു. അപ്പോൾ അതിൽ തേയ്മാനമുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ അത് മാറ്റാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. എന്നാൽ പറഞ്ഞു നിങ്ങളുടെ റൈഡിന് ഇത് ബുദ്ധിമുട്ടാവില്ലേ, അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ടയറും കൂടെ എന്തായാലും മാറ്റിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ പൈസയും കൂടി എനിക്ക് കാണുള്ളൂ. ലാസ്റ്റാണ് ഞങ്ങൾ എന്താ പറഞ്ഞത് ഒരു പൈസ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ഹലോ, അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഈ കുടുംബത്തോടൊപ്പം. അപ്പോൾ ഈ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 വീഡിയോയിൽ കണ്ടതാണ്. ഇപ്പോൾ മാഷിൻ്റെ റിലേറ്റീവ് ആണ്. ഇപ്പോൾ എൻ്റെ ആയി. ഇപ്പോൾ ഞങ്ങൾ ഒത്തൊരുമിച്ച് ഞങ്ങളിപ്പോൾ ഒരു കുറച്ച് ദിവസമായില്ലേ മാഷ് ഇവിടെ? 4-5 ദിവസങ്ങളിൽ രാത്രി ഇവിടെ വരുന്നു. അതാ അടിപൊളി ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുന്നു, ഇവരെ കൂടെ സഹവസിക്കുന്നു, രാവിലെ പോകുന്നു, വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഈ ഭാഗത്തായതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗത്തായിട്ട് പെട്രോൾ പമ്പിലെ വണ്ടിയിലൊന്നും കിടക്കണ്ട, ഇവിടെ വന്ന് കിടന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ എന്നും വൈകുന്നേരം ആകുമ്പോൾ വിളിക്കും. അതെ, മാമന്റെ വണ്ടിയിൽ വരും, ഇവിടെ വന്ന് ഇറങ്ങും, രാവിലെ അങ്ങനെ പോകും. അപ്പോൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ നല്ല രീതിയിൽ തന്നെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഇന്ന് മാത്രം നമുക്ക് അക്കൗണ്ട് വഴി തന്നെ 5000 ചില്ലറ രൂപ അക്കൗണ്ടിലേക്ക് വന്നു. പോരാതെ ഞങ്ങളുടെ കളക്ഷൻ ഇന്നത്തെ കളക്ഷൻ എണ്ണിയിട്ടില്ല. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഇതേപോലെ നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നു. എന്താ തെരുവത്ത് താഴത്താണ് കേട്ടോ സ്ഥലം. പാലത്ത് തെരുവത്ത് താഴെ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇവരൊക്കെ തിരക്കുള്ള ആൾക്കാർ, എന്നാലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരിക്കുന്നതാണ് കേട്ടോ. രാവിലെയൊക്കെ ആണെങ്കിലും നേരത്തെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ലേറ്റ് ആവുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇത് ഹെൽത്തില് ചേച്ചി ഹെൽത്തിലാണ്, ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. പുളിക്കലല്ലേ? അതെ. സുനുമോമനാണെങ്കിൽ SI ആണ്. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ സമയം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ശരിക്കും രാവിലെ മാമന് രാവിലെ പോണം, 9 മണിയാകുമ്പോൾ സ്റ്റേഷൻ എത്തണം. ഞങ്ങൾ എഴുന്നേക്കുന്ന 8-9 മണിയാകുമ്പോൾ പാവം മാമൻ ഞങ്ങൾക്ക് ഇവിടെ കാത്തിരിക്കും. എല്ലാം ഡ്രസ്സൊക്കെ മാറി കാത്തിരിക്കും. മക്കളെ വരുന്നില്ല, എനിക്ക് പോകണം. പിന്നെ ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഹൈജീൻ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എത്തിയത് ഞങ്ങൾ പറഞ്ഞ ലേറ്റ് ആണ് പോയ പാവം. അപ്പോൾ ഭയങ്കര സപ്പോർട്ടാട്ടോ. അതായത് 2 കുഞ്ഞുമക്കളുണ്ട്. അപ്പോൾ ഒരാൾ പഠിക്കുന്നില്ല ഇപ്പോ, ഒരാൾ ശിവാനി, ശിവന്തിക. ഇപ്പോ 2 പേരും ഇവിടെ ഉണ്ട്. എല്ലാരും ഭയങ്കര സന്തോഷമാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ഹാപ്പിയാണ്, വളരെ ഹാപ്പി. തീർച്ചയായിട്ടും ഞങ്ങളും നല്ല ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് നല്ല കടത്ത ഓരോക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും കാണാൻ അതിന് മുമ്പേ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ഉണ്ട്. ഇനി കാണാത്തവർക്കാണ് ഞങ്ങൾ ഡീറ്റെയിൽസ് അതിലുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ പിന്നെ കോൺടാക്ട് നമ്പർ ഉണ്ട്, പേഴ്സണൽ കോൺടാക്ട് നമ്പർ അതിലുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും എല്ലാത്തിന്റെയും ലിങ്കുകൾ അതിലുണ്ട്. പിന്നെ ഞങ്ങളുടെ GPay നമ്പറും കൂടെ ഉണ്ട്. ആർക്കെങ്കിലും ഞങ്ങൾക്ക് 1 രൂപ തന്ന് സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, അപ്പോ എല്ലാവരോടും ബൈ, ഗുഡ് നൈറ്റ്. Good night.